ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഈ മാസം 21 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സെപ്റ്റംബർ 9 തിരഞ്ഞെടുപ്പും വോട്ടെണ്ണലും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഈ മാസം 22 നടക്കും. ഈ മാസം 25 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. കർഷക ക്ഷേമത്തിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭ ആദ്യം 12 മണിവരെയും പിന്നീട് ഉച്ചയ്ക്ക് 2 മണിവരെയും നിർത്തിവച്ചിരുന്നു. ബഹളം തുടർന്നതോടെ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ രംഗങ്ങൾ അരങ്ങേറി. തമിഴ്നാട്ടിൽ നിന്നുള്ള കർഷകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിൽ കൂടിക്കാഴ്ച നടത്തി. കാർഷികോൽപാദനം, സുസ്ഥിരത എന്നിവ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ചും തങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ചും കർഷകർ പങ്കുവച്ച കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കടലാക്രമണ ഭീഷണി നേരിടുന്ന മേഖലകളിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനം ഉറപ്പാക്കുകയാണ് പുനർഗേഹം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതിയിലൂടെ തിരുവനന്തപുരം മുട്ടത്തറയിൽ നിർമ്മിച്ച 332 ഫ്ളാറ്റുകളുടെ താക്കോൽ കൈമാറുകയായിരുന്നു അദ്ദേഹം. വീടുകളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം 12 വരെ നീട്ടി. സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഈ മാസം 30 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ sec.kerala.gov.in വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് ഈ മാസം 9, 10 തീയതികളിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പ്രവൃത്തി ദിവസമായിരിക്കും. KSEB സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. തിരുവനന്തപുരം പുത്തൻചന്ത സെക്ഷൻ പരിധിയിലുള്ള 2 സർക്കാർ കണക്ഷനുകളിലും കളമശ്ശേരി 220 kV സബ്സ്റ്റേഷനിലെ 7 ഫീഡർ മീറ്ററുകളിലുമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചത്. അനധികൃതമായി സേവനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പിലെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത 444 ഡോക്ടർമാർക്കെതിരെയും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത 157 ഡോക്ടർമാർക്കെതിരെയും നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി വീണ ജോർജ്. ഇത്തരത്തിൽ ചട്ടലംഘനം നടത്തിയ 84 ഡോക്ടർമാരെ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടതായും മന്ത്രി അറിയിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ സംഘടിപ്പിച്ച ഫയൽ അദാലത്തിൽ 22,413 ഫയലുകൾ തീർപ്പാക്കി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളുടെ അദാലത്താണ് സംഘടിപ്പിച്ചത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളുടെ ഫയൽ അദാലത്ത് ഈ മാസം 14 നടക്കും. ദേശസ്നേഹം വളർത്തുന്നതിനും ദേശീയ പതാകയെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ട് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മേരാ യുവഭാരത് പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കും. മൈ ഭാരത് പോർട്ടൽ വഴി നടക്കുന്ന ഓൺലൈൻ പ്രശ്നോത്തരിയിൽ ആദ്യമെത്തുന്ന 25 പേർക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയോടൊപ്പം സിയാച്ചിൻ സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കും. പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് കേന്ദ്രമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നഡ്ഡ. ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണ് ഇതെന്നും സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ അക്രമങ്ങളുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി മമതാ ബാനർജി ഏറ്റെടുക്കണമെന്നും ശ്രീ നഡ്ഡ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അധ്യയന വർഷം മുതൽ 10-12 ക്ലാസുകളിൽ 75% ഹാജരില്ലാത്തവരെ ബോർഡ് പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന് CBSE അറിയിച്ചു. രേഖാമൂലമുള്ള അഭ്യർത്ഥനയില്ലാതെ അവധിയെടുക്കുന്നത് സ്കൂളിൽ ഹാജരാകാത്തതായി കണക്കാക്കും. അത്തരം വിദ്യാർത്ഥികളെ ബോർഡ് പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്നും CBSE വ്യക്തമാക്കി. ലോക മുലയൂട്ടൽ വാരാചരണത്തിന് സമാപനം. ജനനത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ബോധവൽക്കരണ വാരാചരണത്തിന്റെ ലക്ഷ്യം. മുലയൂട്ടലിന് മുൻഗണന നൽകുക, സുസ്ഥിര പിന്തുണ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ വർഷത്തെ പ്രമേയം. ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക കോർ ടീം രൂപീകരിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഈ മാസം 25 മുൻപ് പരിശോധനകൾ പൂർത്തിയാക്കി സംഘം റിപ്പോർട്ട് നൽകണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി.
സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി സെപ്റ്റംബർ 3-ാം വാരം ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. തത്വമസി എന്ന വിശ്വമാനവികതയുടെ സന്ദേശം ലോകമൊട്ടാകെ പ്രചരിപ്പിക്കാനും ശബരിമലയെ ഒരു ദൈവിക പാരമ്പര്യ സുസ്ഥിര ആഗോള തീർത്ഥാടന കേന്ദ്രമായി അവതരിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് സംഗമം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.